നമസ്കാരം. പ്രധാന വാർത്തകൾ. സ്ത്രീ വിഷയത്തിൽ ആരോപണ വിധേയനായ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജിക്കായി മുറവിളി. MLA ഓഫീസിലേക്ക് കോഴിയുമായി മഹിളാ മോർച്ച മാർച്ച്. രാഹുലിനെ പാലക്കാട്ട് കാലുകുത്താൻ അനുവദിക്കില്ലെന്ന് DYFI. MLA ഓഫീസിലേക്ക് SFI DYFI സംഘടനകൾ നടത്തിയ മാർച്ചിൽ സംഘർഷം. പാലക്കാട് ജില്ലാ ശിശുക്ഷേമ സമിതി ഓഫീസിൽ ബോംബ് ഭീഷണി. പോലീസും ഡോഗ് സ്ക്വാഡും അരിച്ചുപെറുക്കിയിട്ടും ഒന്നും കണ്ടെത്താനായില്ല. സംസ്ഥാനത്ത് ആവർത്തിക്കുന്ന വ്യാജ ബോംബ് ഭീഷണിയെന്ന നിഗമനം. ഭീഷണി സന്ദേശമെത്തിയത് @ദ്രാവിഡ്സ്ഥാൻ എന്ന ഇമെയിൽ വിലാസത്തിൽ നിന്ന്. പാലക്കാട് വടക്കന്തറയിൽ വ്യാസവിദ്യാപീഠം പ്രൈമറി സ്കൂൾ പരിസരത്തെ സ്ഫോടനം. പൊട്ടിത്തെറിച്ചത് അപായപ്പെടുത്താൻ ശേഷിയുള്ള സ്ഫോടക വസ്തുവെന്ന് FIR. പന്നിപ്പടക്കമെന്ന് തോന്നിപ്പിക്കുന്ന വസ്തു പൊട്ടിത്തെറിച്ച് പരിക്കേറ്റത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും ഒരു വീട്ടമ്മയ്ക്കും. മുള്ളൂർക്കരയിലെ KSU SFI സംഘർഷം. DYFI SFI സംഘടനകൾ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിനിടെ പോലീസും പ്രവർത്തകരും ഏറ്റുമുട്ടി. ഇടത് യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ അക്രമരാഷ്ട്രീയം ആരോപിച്ച് പ്രതിഷേധവുമായി UDYF. കഴിഞ്ഞ ദിവസം SFI KSU സംഘർഷത്തിൽ പരിക്കേറ്റത് 2 SFI പ്രവർത്തകർക്കും ഒരു KSU പ്രവർത്തകനും. പറളിയിൽ മൾട്ടി ജിംനേഷ്യം പദ്ധതിക്കായി ലക്ഷങ്ങൾ മുടക്കി വാങ്ങിയ ഉപകരണങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുന്നു. ഉപകരണങ്ങൾ വാങ്ങിക്കൂട്ടിയത് 10 ലക്ഷം രൂപ ചെലവഴിച്ച്. ഗ്രാമപഞ്ചായത്തിന്റെ അനാസ്ഥയാരോപിച്ച് BJP പ്രതിഷേധം. ആധുനിക സംവിധാനങ്ങളുടെ കടന്നുകയറ്റത്തിൽ ഉളിതേഞ്ഞ് മരപ്പണി തൊഴിലാളികൾ. മേഖല വൻ പ്രതിസന്ധിയിൽ. മങ്കര പത്തിരിപ്പാല മേഖലയിൽ മാത്രം 25ലേറെ സ്ഥാപനങ്ങളിൽ തൊഴിലാളികൾ പണിയുപേക്ഷിക്കേണ്ട ദുരവസ്ഥയിൽ. മാലിന്യ നിർമ്മാർജ്ജനത്തിൽ ഷൊർണൂരിനെ തേടി വീണ്ടും അംഗീകാരം. ചെറുനഗരങ്ങളുടെ പട്ടികയിൽ ക്ലീൻ സിറ്റി ഓഫ് കേരള സംസ്ഥാന തലത്തിൽ 2ാം സ്ഥാനം ഷൊർണൂർ നഗരസഭയ്ക്ക്. നഗരസഭാ ചെയർമാൻ പുരസ്കാരം ഏറ്റുവാങ്ങി. വാർത്തകൾ വിശദമായി. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഓഫീസിലേക്ക് കോഴിയുമായി മഹിളാ മോർച്ച മാർച്ച്. നിരന്തരം സ്ത്രീ വിഷയത്തിൽ ആരോപണ വിധേയനാകുന്ന MLA രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് കോഴിയുമായി മഹിളാ മോർച്ച പ്രവർത്തകർ MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. MLA രാജിവെക്കും വരെ BJP സമരം തുടരുമെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ പറഞ്ഞു. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീ വിഷയത്തിൽ ആരോപണ വിധേയനാവുകയാണ്. മാധ്യമപ്രവർത്തകയുൾപ്പെടെ 1ലധികം സ്ത്രീകളാണ് MLAക്കെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. സ്ത്രീപക്ഷവും സ്ത്രീ സുരക്ഷയും ആവർത്തിച്ചു പറയുന്ന കോൺഗ്രസ് MLAയെ സംരക്ഷിക്കുകയാണ്. MLAയുടെ ദുഷ്ചെയ്തികൾക്കെതിരെ പാലക്കാട്ടെ ജനം പ്രതികരിക്കണമെന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുന്നതുവരെ, ഈ കാട്ടുകോഴി രാജിവെക്കുന്നതുവരെ BJPയുടെ നേതൃത്വത്തിലുള്ള അതിശക്തമായ സമരങ്ങളുമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർ ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ജീവനുള്ള കോഴിക്ക് പുറമെ കോഴിയുടെ ചിത്രങ്ങളും മാർച്ചിൽ ഉയർത്തിയിരുന്നു. MLA ഓഫീസിനു സമീപം പോലീസ് മാർച്ച് തടഞ്ഞു. മഹിളാ മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് സിന്ധു രാജേന്ദ്രൻ, T ബേബി, മിനി കൃഷ്ണകുമാർ, സുമലത മുരളി, അഞ്ജു എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി ആവശ്യപ്പെട്ട് DYFI SFI പ്രതിഷേധം. പാലക്കാട്ടെ MLA ഓഫീസിലേക്ക് പ്രവർത്തകർ മാർച്ച് നടത്തി. മാർച്ച് പോലീസ് തടഞ്ഞത് നേരിയ സംഘർഷത്തിന് ഇടയാക്കി. നിരന്തരം വനിതകൾ MLAക്കെതിരെ രംഗത്ത് വരികയാണെന്ന് SFI DYFI സംഘടനകൾ ചൂണ്ടിക്കാട്ടി. ആരോപണ വിധേയനായ വ്യക്തിയെ താങ്ങി നടക്കേണ്ട ഗതികേട് കോൺഗ്രസിനല്ലാതെ മറ്റാർക്കുമില്ലെന്ന് SFI DYFI നേതാക്കൾ ആരോപിച്ചു. MLA ഓഫീസ് പരിസരത്ത് മാർച്ച് പോലീസ് തടഞ്ഞത് പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ തോതിൽ സംഘർഷത്തിനിടയാക്കി. MLAയുടെ പീഡനകഥകൾക്ക് സ്തുതിപാഠകരായി കോൺഗ്രസും യൂത്ത് കോൺഗ്രസും മാറിയെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. DYFI ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീൻ, ജില്ലാ പ്രസിഡന്റ് R ജയദേവൻ, SFI ജില്ലാ പ്രസിഡന്റ് VV അഭിഷേക്, സെക്രട്ടറി മുഹമ്മദ് നാസിം, SFI DYFI
സംസ്ഥാന ജില്ലാ നേതാക്കൾ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് BJP നേതാവ് B. ഗോപാലകൃഷ്ണൻ. VD സതീശനാണ് രാഹുലിനെ സംരക്ഷിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി രജിസ്റ്റർ ചെയ്യാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നും B. ഗോപാലകൃഷ്ണൻ തൃശൂരിൽ ആവശ്യപ്പെട്ടു. ഭാരതീയ ജനതാ പാർട്ടി VD സതീശനെ വെല്ലുവിളിക്കുകയാണ്. BJP VD സതീശനെ വെല്ലുവിളിക്കുകയാണ്. ഇതാണോ പ്രതിപക്ഷ ധർമ്മം? പ്രതിപക്ഷ നേതാവിൻ്റെ ധർമ്മം ഇതാണോ? സ്വന്തം പാർട്ടിയിലെ വനിതാ പ്രവർത്തക, സ്വന്തം പാർട്ടി അനുയായി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് കൊള്ളരുതായ്മ നേരിട്ടിരിക്കുന്നു. ഇതാ പുതിയ ഒരു പരാതി പോയിരിക്കുന്നു. തൃശ്ശൂരിൽ നിന്നാണെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. ശരിയാണോന്ന് എനിക്കറിയില്ല. AICC ജനറൽ സെക്രട്ടറിക്ക് പരാതി പോയിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു നേതാവിൻ്റെ മകളോട് ഈ യൂത്ത് കോൺഗ്രസ് നേതാവ് മോശമായി പെരുമാറിയിട്ടുണ്ട്. ഈ യൂത്ത് കോൺഗ്രസ് നേതാവ് മോശമായി പെരുമാറി എന്ന് VD സതീശനും പല നേതാക്കന്മാരും അഡ്മിറ്റ് ചെയ്ത സാഹചര്യത്തിൽ എന്തുകൊണ്ട് MLA സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടുന്നില്ല? പാലക്കാട് ജില്ലാ ശിശുക്ഷേമ സമിതി ഓഫീസിൽ ബോംബ് ഭീഷണി. SP-യുടെ നേതൃത്വത്തിൽ പോലീസും ബോംബ് സ്ക്വാഡും ഓഫീസും പരിസരവും അരിച്ചുപെറുക്കി പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. സംസ്ഥാനത്ത് ആവർത്തിക്കുന്ന വ്യാജ ബോംബ് ഭീഷണി എന്നാണ് പോലീസ് വിലയിരുത്തൽ. ഓഫീസ് സമയത്തിന് മുമ്പ് രാവിലെ 7:15ഓടെയാണ് ശിശുക്ഷേമ സമിതി ഓഫീസ് മേൽവിലാസത്തിൽ ബോംബ് ഭീഷണി എത്തിയത്. ഓഫീസ് പ്രവർത്തനം ആരംഭിച്ച് മെയിൽ പരിശോധിച്ചപ്പോഴാണ് ബോംബ് ഭീഷണി ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. D. ബ്രാഹ്മണി J. ദ്രാവിഡ്സ്ഥാൻ വിലാസത്തിൽ നിന്നുള്ള ഭീഷണിയിൽ 1:45 ബോംബ് പൊട്ടുമെന്നായിരുന്നു സന്ദേശം. SP അജിത് കുമാറിൻ്റെ നിർദ്ദേശപ്രകാരം ജീവനക്കാരെ ഒഴിപ്പിച്ച് ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തി. ഓഫീസാകെ അരിച്ചുപെറുക്കിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. വ്യാജ ഇമെയിൽ സന്ദേശത്തിൻ്റെ ഉറവിടം കണ്ടെത്താനായി മെയിൽ വിവരങ്ങൾ സൈബർ സെല്ലിന് കൈമാറി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് വടക്കന്തറ വ്യാസവിദ്യാപീഠം പ്രൈമറി സ്കൂൾ പരിസരത്ത് പൊട്ടിയ വസ്തു അപായപ്പെടുത്താൻ കഴിയുന്ന ശക്തിയുള്ളതെന്ന് FIR. കഴിഞ്ഞ ദിവസമാണ് സ്കൂൾ പരിസരത്ത് പന്നിപ്പടക്കമെന്ന് തോന്നിക്കാവുന്ന വസ്തു പൊട്ടിത്തെറിച്ചത്. സംഭവത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും ഒരു വീട്ടമ്മയ്ക്കും പരിക്കേറ്റു. പൊട്ടിത്തെറിയിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്കും ഒരു വീട്ടമ്മയ്ക്കും പരിക്കേറ്റിരുന്നു. വടക്കന്തറ ദേവി നിവാസിൽ അനൂപിന്റെ മകൻ നാരായണൻ, അയൽവാസി ഗോപാലകൃഷ്ണന്റെ ഭാര്യ ലീല എന്നിവർക്കാണ് പരിക്കേറ്റത്. കുട്ടികൾ കളിക്കുന്നതിനിടെ പന്തെന്ന് തോന്നിപ്പിക്കുന്ന വസ്തു നാരായണന് ലഭിച്ചു. ലീലയുടെ പരിശോധനയിൽ പന്തല്ലാത്തതുകൊണ്ട് വലിച്ചെറിയാൻ ആവശ്യപ്പെട്ടു. ലീലയുടെ ആവശ്യപ്രകാരം നാരായണൻ വലിച്ചെറിഞ്ഞപ്പോഴാണ് സ്ഫോടനം നടന്നത്. കനത്ത പുകയിൽ കുപ്പിച്ചില്ലുകൾ തെറിച്ചാണ് ഇരുവർക്കും പരിക്കേറ്റത്. സംഭവമറിഞ്ഞ് പോലീസ്, ബോംബ് സ്ക്വാഡ് എന്നിവർ സ്ഥലത്തെത്തി. പരിശോധനയിൽ 4 സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തി. പൊട്ടിച്ചിതറിയ അവശിഷ്ടങ്ങൾ പരിശോധനയ്ക്കായി ശേഖരിച്ചിരുന്നു. സ്കൂൾ പരിസരത്ത് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് വിവിധ സംഘടനകൾ ആവശ്യപ്പെട്ടു. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് BJP ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. DYFI, SFI എന്നിവയുടെ നേതൃത്വത്തിൽ മുള്ളൂർക്കരയിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ പോലീസും പ്രവർത്തകരും ഏറ്റുമുട്ടി. കഴിഞ്ഞ ദിവസം KSU SFI പ്രവർത്തകർ തമ്മിലുണ്ടായ കയ്യേറ്റത്തിൽ 2 SFI പ്രവർത്തകനും ഒരു KSU പ്രവർത്തകനും പരിക്കേറ്റിരുന്നു. കഴിഞ്ഞ ദിവസം മുള്ളൂർക്കരയിൽ KSU SFI പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റവും അടിപിടിയും നടന്നിരുന്നു. ഇതിൽ 2 SFI പ്രവർത്തകർക്കും ഒരു KSU പ്രവർത്തകനും പരിക്കുപറ്റിയിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് ബുധനാഴ്ച വൈകിട്ട് മുള്ളൂർക്കര സെന്ററിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. എന്നാൽ ഇതിനു മുൻപ് UDYF-ന്റെ മാർച്ച് നടന്നിരുന്നു. അവരുടെ പ്രസംഗം നടക്കുന്ന സമീപത്ത് വെച്ചാണ് DYFI-യും SFI-യും ബഹളം വയ്ക്കുകയും ഇതിനെ തുടർന്ന് പോലീസ് പ്രകടനം മുന്നോട്ട് നടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് പോലീസുമായി ഉന്തും തള്ളലും നടന്നത്. മുതിർന്ന നേതാക്കന്മാരും പോലീസും സമാധാനപ്പെടുത്തിയതിനെ തുടർന്നാണ് പ്രവർത്തകർ ഒഴിഞ്ഞുമാറിയത്. തുടർന്ന് നടന്ന യോഗം SFI തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം T. അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് ചേലക്കര ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ SFI-യുടെ യൂണിറ്റ് പ്രസിഡന്റും അതുപോലെ തന്നെ SFI-യുടെ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള സഖാക്കളെ ഇവിടെ KSU-വിന്റെ ജില്ലാ കമ്മിറ്റിയുടെ ഒരു പ്രസിഡന്റും
KSUവിന്റെ ഇവിടുത്തെ കുറെ നേതാക്കന്മാരും ചേർന്ന് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്യാമ്പസിനകത്ത് നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സഖാക്കളെ ആ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഈ ഉള്ളൂർക്കര പ്രദേശത്തുകൂടെ നടന്നുപോയി വാഹനത്തിൽ പോകുന്ന സമയത്ത് ക്രൂരമായി ആസൂത്രിതമായി വർദ്ധിക്കുന്ന സാഹചര്യം പ്രിയപ്പെട്ട സഖാക്കളെ ക്രൂരമായി ആക്രമിക്കുകയും അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഖാക്കളെ റോഡിലേക്ക് വാഹനത്തിൽ നിന്ന് തള്ളി താഴെയിടുന്ന ഉൾപ്പെടെയായിട്ട് ക്രൂരമായി ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തീർച്ചയായും ഈ പറയുന്ന KSUവും അതുപോലെ തന്നെ ഈ നാടിനകത്തെ വലതുപക്ഷങ്ങളും എല്ലാം തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാടധികം പ്രവർത്തനങ്ങൾ നമ്മളുടെ തൊട്ടടുത്ത് ചേലക്കര ആർട്സ് ആൻഡ് സയൻസ് കോളേജിനകത്ത് തലകുത്തി മറിഞ്ഞ് പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടും SFIയുടെ ഒരു ചെറുവിരലണക്കാൻ SFIയുടെ ഒരു രോമത്തെ പറിച്ചെടുക്കാൻ ഇക്കഴിഞ്ഞ കാലങ്ങളിൽ സാധിക്കാത്തതിന്റെ എല്ലാവിധമായിട്ടുള്ള ഈ പറയുന്ന ചെറുത്ത് അവിടുത്തെ വിദ്യാർത്ഥികളുടെ അവിടുത്തെ നേതൃത്വമായിട്ടുള്ള വിദ്യാർത്ഥികളുടെ മേലിലേക്ക് കുതിര കയറാനാണ്. ലോക്കൽ കമ്മിറ്റി അംഗം ആദർശ് അധ്യക്ഷത വഹിച്ചു. മറ്റു നേതാക്കളായ കണ്ണൻ മൻസൂർ, സുബീഷ് എം, H അബ്ദുൽസലാം തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരി CI ഷാജഹാൻ, എരുമപ്പെട്ടി CI അനീഷ് കുമാർ എന്നിവരടങ്ങിയ നൂറുകണക്കിന് പോലീസുകാരും സംഭവസ്ഥലത്തുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മുള്ളൂർക്കരയിൽ UDYFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കഴിഞ്ഞ ദിവസം മുള്ളൂർക്കരയിൽ KSU SFI പ്രവർത്തകർ തമ്മിൽ നടന്ന സംഘട്ടനത്തിൽ KSU പ്രവർത്തകന് പരിക്കേറ്റിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് UDYFന്റെ നേതൃത്വത്തിൽ പ്രകടനം നടത്തിയത്. ഈ പഞ്ചായത്ത് ഭരണകൂടം ചെയ്യുന്ന നെറികേടുകൾക്ക് ഒത്താശ ചെയ്യുന്ന ഇവിടത്തെ DYFI SFI നേതാക്കളൊക്കെ ചേർന്ന് ഇപ്പൊ കോൺഗ്രസിന്റെയും അതുപോലെ യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും നേതാക്കളെ ആക്രമിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. കഴിഞ്ഞ D-സോൺ കലോത്സവം, ആ D-സോൺ കലോത്സവം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി SFI ഭരിച്ചുകൊണ്ടിരുന്ന ഒരു യൂണിവേഴ്സിറ്റി, ആ യൂണിവേഴ്സിറ്റിയുടെ ഭരണം ഇന്ന് കേരള വിദ്യാർത്ഥി യൂണിയനും അതുപോലെ MSFും ചേർന്നാണ് ഭരിക്കുന്നത്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രീയേഷ് നരിപ്പറ്റ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി പ്രസാദ് ആറ്റൂർ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഖിലാഷ് പാഞ്ഞാൾ, മുൻ KPCC മെമ്പർ NS വർഗീസ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രകാശൻ മാസ്റ്റർ, K നാരായണൻകുട്ടി, PV സുലൈമാൻ, പഞ്ചായത്ത് അംഗങ്ങളായ KM മുഹിയുദ്ദീൻ, മുസ്തഫ, അബ്ദുൾ റഹ്മാൻ, അർഷാദ്, ബിനീഷ്, ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. യൂത്ത് ലീഗ് നിയോജകമണ്ഡലം ട്രഷറർ അഫ്സൽ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മാലിന്യ നിർമ്മാർജ്ജനത്തിൽ മറ്റൊരു നേട്ടവുമായി ഷൊർണൂർ നഗരസഭ. മാലിന്യ സംസ്കരണത്തിൽ മാതൃകാപരമായ പ്രവർത്തനത്തിന് അംഗീകാരമായി ക്ലീൻ സിറ്റി ഓഫ് കേരള 2ാം റാങ്ക് ഷൊർണൂരിനെ തേടിയെത്തി. ചെറുനഗരങ്ങളുടെ പട്ടികയിൽ ക്ലീൻ സിറ്റി ഓഫ് കേരള സംസ്ഥാന തലത്തിൽ 2ാം റാങ്കാണ് ഷൊർണൂർ നഗരസഭയ്ക്ക് ലഭിച്ചത്. കഴിഞ്ഞ വർഷം ദേശീയ തലത്തിൽ 3269ാം റാങ്കായിരുന്നു കേരളത്തിന്. ഈ വർഷം അത് 108ാം റാങ്കായി മാറി. മാലിന്യ സംസ്കരണ രംഗത്ത് സ്വീകരിച്ച സജീവ നടപടികളുടെ ഭാഗമായാണ് നഗരസഭയെ തേടി പുതിയ അംഗീകാരമെത്തിയത്. ODF+ സർട്ടിഫിക്കേഷനും ഗാർബേജ് ഫ്രീ സിറ്റീസിൽ 3 സ്റ്റാർ റേറ്റിംഗും ഷൊർണൂർ കരസ്ഥമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വഴുതക്കാട് ടാഗോർ സെന്റിനറി ഹാളിൽ നടന്ന ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷിൽ നിന്ന് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അവാർഡ് ഏറ്റുവാങ്ങി. മഹനീയമായിട്ടുള്ള മാതൃകകളാണ് നമുക്ക് സൃഷ്ടിക്കാൻ സാധിച്ചത്. ഷൊർണൂർ നഗരവാസികൾക്ക് നൽകിയ ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു വാഗ്ദാനമാണ് നടപ്പിലാക്കാൻ സാധിച്ചത്. മാലിന്യ സംസ്കരണ രംഗത്ത് നമ്മൾ പല വിധത്തിലുള്ള സമീപനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാണ് നമുക്ക് ഷൊർണൂർ നഗരസഭ ഇത്തരമൊരു അച്ചീവ്മെൻറ്റിലേക്ക് എത്താനായിട്ട് സാധിച്ചത്. സംസ്ഥാന തലസ്ഥാനത്ത് വെച്ചിട്ടാണ് ഇന്നലെ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ MB രാജേഷിൽ നിന്ന് 2nd റാങ്ക് ഷൊർണൂർ നഗരസഭ നേടിയെടുത്തത്. അദ്ദേഹമാണ് അവാർഡ് നൽകിയത്. ഷൊർണൂർ MLA P മമ്മിക്കുട്ടി, ഡെപ്യൂട്ടി ചെയർപേഴ്സൺ P സിന്ധു, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K കൃഷ്ണകുമാർ, നഗരസഭാ സെക്രട്ടറി PS രാജേഷ്, മറ്റ് കൗൺസിലർമാർ, ആരോഗ്യ വിഭാഗം ജീവനക്കാർ എന്നിവർ ചെയർമാനൊപ്പം വേദിയിലുണ്ടായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പറളിയിൽ മൾട്ടി ജിംനേഷ്യം പദ്ധതിക്കായി ലക്ഷങ്ങൾ മുടക്കി വാങ്ങിയ ഉപകരണങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുന്നു. 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഉപകരണങ്ങൾ വാങ്ങിയത്. പഞ്ചായത്തിനെതിരെ പ്രതിഷേധവുമായി BJP രംഗത്ത്. 10 ലക്ഷം രൂപ ചെലവഴിച്ച് 4 വർഷം മുമ്പ് വാങ്ങിയ കായിക ഉപകരണങ്ങളാണ് ആർക്കും ഉപകാരമില്ലാതെ നശിക്കുന്നത്.
ജിംനേഷ്യം ഉപകരണങ്ങൾ എന്തുകൊണ്ട് ഉപയോഗിക്കാൻ സൗകര്യം ചെയ്യുന്നില്ല എന്ന ചോദ്യത്തിന് ആർക്കും വ്യക്തമായ ഉത്തരമില്ല. 10 ലക്ഷം മുടക്കി വാങ്ങിയ ജിംനേഷ്യം ഉപകരണങ്ങൾ തുരുമ്പെടുത്ത് നശിക്കാനിടയായതിൽ പഞ്ചായത്തിലെ പ്രതിപക്ഷക്കാരായ BJP അംഗങ്ങൾ പ്രതിഷേധിച്ചു. പറളി പഞ്ചായത്തിന്റെ ദുരവസ്ഥയാണ് ഈ കാണുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് 2022-23 കാലഘട്ടങ്ങളിൽ വകയിരുത്തിയ ഫണ്ട് ഉപയോഗിച്ച് വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള കായികക്ഷമതയ്ക്കും അവരുടെ ആരോഗ്യത്തിനും വേണ്ടിയിട്ടുള്ള ജിംനേഷ്യത്തിൻ്റെ അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. കഴിഞ്ഞ 3 വർഷക്കാലമായി ഇത് പറളി പഞ്ചായത്തിലെ മെമ്പർമാർ പലതവണ പരാതിപ്പെട്ടിട്ടും നാളിതുവരെയായിട്ടും ഒരു തരത്തിലുള്ള നടപടിയും കൈക്കൊണ്ടിട്ടില്ല. ഇവിടുത്തെ ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതി 10 ലക്ഷം രൂപയോളം ഈ ഉള്ള എക്യുപ്മെൻറ്റ്സാണ് ഇവിടെ കിടക്കുന്നത്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കേണ്ട ജനങ്ങളുടെ നികുതി പണം കൊണ്ട് വാങ്ങിച്ച ഈ എക്യുപ്മെൻറ്റ്സ് ഉപകരണങ്ങൾ കായിക വിനോദത്തിനും ആരോഗ്യത്തിനും വേണ്ടതായിട്ടുള്ള ഉപകരണങ്ങൾ ദിനംപ്രതി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ ഇതുവരെ ഒരു തരത്തിലുള്ള ഉപയോഗം ഇതുകൊണ്ടുണ്ടായിട്ടില്ല. പൊടി പിടിച്ച് നശിച്ചു കിടക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ആധുനിക ഗൃഹോപകരണങ്ങളുടെ കടന്നുകയറ്റം മൂലം മരപ്പണി തൊഴിലാളി മേഖല പ്രതിസന്ധിയിൽ. മങ്കര പത്തിരിപ്പാല മേഖലയിലെ 25ലേറെ ചെറുകിട മരപ്പണി തൊഴിലാളി സ്ഥാപനത്തിലെ തൊഴിലാളികളാണ് പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നുപോകുന്നത്. വീടുകളിലും മറ്റു സ്ഥാപനങ്ങളിലും നിർമ്മാണ പ്രവൃത്തികളിൽ സ്റ്റീൽ മേഖല കടന്നുകയറിയതോടെയാണ് മരപ്പണി ചെയ്യുന്ന ചെറുകിട സ്ഥാപനങ്ങൾ പൂട്ടേണ്ട അവസ്ഥയിലായത്. 20 വർഷം മുൻപ് ലക്ഷങ്ങൾ മുടക്കി വാങ്ങിച്ച യന്ത്രങ്ങളും തുരുമ്പെടുത്ത അവസ്ഥയിലാണ്. പലരും മുൻപ് മരത്തടി കൊണ്ടുള്ള ഗൃഹനിർമ്മാണത്തിന് ഇവരെയാണ് ആശ്രയിച്ചിരുന്നത്. കട്ടിൽ, ജനൽ, വാതിൽ തുടങ്ങിയ മരത്തിൻ്റെതായ എല്ലാ വർക്കുകളും ഇവിടെയാണ് ചെയ്തിരുന്നത്. മരത്തടികൾ കൊണ്ടുള്ള ഉപകരണങ്ങൾ ഭൂരിഭാഗവും ആളുകൾ ഉപേക്ഷിച്ചതോടെയാണ് ഇവരുടെ ജീവിതം തന്നെ വഴിമുട്ടിയത്. ചെറിയ മരത്തടികൾ എത്തിച്ച് ഗൃഹോപകരണങ്ങൾ സൈസാക്കി മോടി പിടിപ്പിച്ച് നൽകുന്നത് ഇവിടെ നിന്നായിരുന്നു. മുൻപ് 2 പേരുടെ കൂലിയും അത്യാവശ്യമായ ലാഭവും ലഭിച്ചിരുന്നതാണ്. എന്നാൽ 5 വർഷത്തിലേറെയായി മരത്തടികൾ എത്താത്തതുമൂലം ജീവിതം തന്നെ വഴിമുട്ടിയ അവസ്ഥയാണ്. കൂലി പോലും ഒക്കുന്നില്ലെന്നാണ് തൊഴിൽ ഉടമകൾ പറയുന്നത്. ഒരു സ്ഥാപനത്തിൽ 2 പേരെങ്കിലും ഉണ്ടെങ്കിലേ പ്രവൃത്തികൾ ചെയ്യാനാകൂ. ചില പഴയ തലമുറയിൽപ്പെട്ടവർ മാത്രമാണ് മരത്തടികൾ കൊണ്ട് ഗൃഹോപകരണങ്ങൾ ഉണ്ടാക്കുന്നത്. ആഴ്ചയിൽ 1-2 ദിവസം കിട്ടുന്ന തൊഴിൽ കൊണ്ടാണ് കുടുംബം തന്നെ മുന്നോട്ട് പോകുന്നതെന്നും പലരും ഈ മേഖല വിട്ട് ഒഴിഞ്ഞു പോകുകയാണെന്നും മങ്കരയിൽ 19 വർഷമായി സ്ഥാപനം നടത്തുന്ന താഴത്തെ വീട്ടിൽ ഉത്തമൻ, സഹോദരൻ പീതാംബരൻ എന്നിവർ പറയുന്നു. ആദ്യകാലങ്ങളിൽ നല്ല വർക്ക് ഉണ്ടായിരുന്നു. അതൊന്നും ഈ ഇരുമ്പിൻ്റെ കട്ടില, ജനൽ അങ്ങനെയുള്ളതൊന്നും പിന്നെ ഈ വിപണിയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ പരമ്പരാഗത തൊഴിലാളികളായിട്ടുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും അന്ന് നല്ല ജീവിതമാർഗം നല്ല. ഇപ്പോൾ വളരെ ദുരിതത്തിലാണ്. ഈ വക ഇരുമ്പിൻ്റെ കട്ടില, ജനൽ, റെഡിമെയ്ഡ് വാതിലുകൾ ഇതെല്ലാം വന്നപ്പോൾ 90% പണി വളരെ കുറഞ്ഞു പോയി. ഇപ്പോൾ ഞങ്ങളുടെ പിന്നെ തൊഴിലാളികൾ ഈ ആശാരിപ്പണി വിട്ടിട്ട് വേറെ ഉപജീവനത്തിന് വേറെ തൊഴിലുകളിലേക്ക് മാറിപ്പോകുന്നു. തൊഴിൽ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ നടപടിയെടുക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കർഷകരെ അപമാനിച്ച മന്ത്രി MP രാജേഷ് മാപ്പ് പറയണമെന്ന് കർഷക മസ്ദൂർ സംഘ്. എല്ലാവരും രാജേഷിനെ പോലെ മാധ്യമങ്ങളിൽ ഫോട്ടോ വരാൻ വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന് ധരിക്കരുതെന്നും BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശി ചോറോട്ടൂർ പറഞ്ഞു. കർഷകന്റെ അധ്വാനത്തിന്റെ വിലയാണ് ചോദിക്കുന്നതെന്നും അല്ലാതെ മന്ത്രിയുടെ ഔദാര്യമല്ല ചോദിക്കുന്നതെന്നും ഷൊർണൂരിൽ നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ശശി ചോറോട്ടൂർ പറഞ്ഞു. സംസ്ഥാന സർക്കാർ എടുത്ത നെല്ലിന്റെ വില 6 മാസമായിട്ടും ലഭിക്കാതെ വന്നപ്പോൾ സമരം ചെയ്ത നെൽകർഷകരെ പത്രത്തിൽ മുഖം കാണിക്കാനാണ് സമരമെന്ന് പറഞ്ഞ് മുഴുവൻ കർഷക സമൂഹത്തെയും അപമാനിച്ച മന്ത്രി MP രാജേഷ് കർഷകരോട് മാപ്പ് പറയണമെന്ന് ശശി ചോറോട്ടൂർ ആവശ്യപ്പെട്ടു. എല്ലാവരും MP രാജേഷിനെ പോലെ മാധ്യമങ്ങളിൽ ഫോട്ടോ വരാൻ വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് ധരിക്കരുതെന്നും തൊഴിലാളി വർഗ സിദ്ധാന്തം പ്രസംഗത്തിൽ മാത്രം പോരെന്നും കേരളത്തിലെ കർഷകരോട് പറഞ്ഞ വാക്ക് പാലിക്കാൻ കേരളത്തിലെ നെല്ലറയായ പാലക്കാട് ജില്ലയിൽ നിന്ന് ജയിച്ച് മന്ത്രിയായ MP രാജേഷും രാജേഷിന്റെ പാർട്ടിയും തയ്യാറാകണമെന്നും കർഷകന്റെ അധ്വാനത്തിന്റെ വിലയാണ് ചോദിക്കുന്നതെന്നും അല്ലാതെ മന്ത്രിയുടെ ഔദാര്യമല്ലെന്നും ഏറ്റെടുത്ത നെല്ലിന്റെ വില ഉടൻ നൽകിയില്ലെങ്കിൽ പാലക്കാട് ജില്ലയിലെ കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും ശക്തി മന്ത്രിയെ ബോധ്യപ്പെടുത്തുമെന്നും കർഷക മസ്ദൂർ സംഘം പ്രതിഷേധ പ്രകടനത്തിൽ സംസാരിക്കവേ ശശി ചോറോട്ടൂർ പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ കർഷകരെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് മന്ത്രി ഇറക്കിയത്. ആ മന്ത്രി കർഷകരോട് മാപ്പ് പറയണമെന്നാണ് BMS ആവശ്യപ്പെടുന്നത്. കർഷകർ മന്ത്രി പറഞ്ഞത് ഈ പ്രതിഷേധ പരിപാടി നടത്തുന്നത്
പത്രത്തിൽ ഫോട്ടോ വരുന്നതിന് വേണ്ടി ആട്ടാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ മന്ത്രിയുടെ ഒരു കർഷകരോടുള്ള സമീപനം എന്താണെന്ന് മനസ്സിലാക്കണം. കേരള സംസ്ഥാനത്ത് 6 വർഷം മുമ്പ് നടത്തിയിരുന്ന കൃഷിഭൂമി അതിനെ കണക്കെടുത്ത് നോക്കുമ്പോൾ 25% ഈ വർഷത്തിൽ കുറഞ്ഞിരിക്കുന്നു. അങ്ങനെ കാർഷിക ഭൂമിയുടെ നമ്മുടെ വിളവെടുപ്പ് അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന സ്ഥലം ഘട്ടം ഘട്ടമായി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മാറി മാറി ഭരിച്ച കേരള സംസ്ഥാനത്ത് ഭരിച്ച സർക്കാരുകൾ ഈ നിലനിർത്തുന്നതിന് അവിടെ തന്നെ മണിമാലിന് പണിയുന്ന അനുവാദം കൊടുത്തതുകൊണ്ട് കൃഷിഭൂമികളെ നമ്മുടെ കാർഷിക സമിതി അല്ലെങ്കിൽ കാർഷിക സംവിധാനം പാടെ കേരള സംസ്ഥാനത്ത് തകർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സംസ്ഥാനത്ത് നമ്മൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ അരി വേണ്ടേ? അരി വേണമെങ്കിൽ അത് ആന്ധ്ര സംസ്ഥാനത്ത് നിന്ന് വരണം. കർഷക മസ്ദൂർ സംഘം ഷൊർണൂർ മേഖലാ പ്രസിഡന്റ് സി പുഷ്പരാജ് അധ്യക്ഷത വഹിച്ചു. കർഷക മസ്ദൂർ സംഘം ജില്ലാ സെക്രട്ടറി സി മനോജ്, എം സോമസുന്ദരൻ, കെ ഉണ്ണികൃഷ്ണൻ, എം കെ ഷാജി എന്നിവർ സംസാരിച്ചു. കെ പ്രസാദ്, എൻ സുനിൽ, ആർ സുധാകരൻ, പി ജോബി എന്നിവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ ഷൊർണൂർ. കേരള പ്രവാസി സംഘം ലക്കിടി പേരൂർ 2 വില്ലേജ് സമ്മേളനം പേരൂരിൽ നടന്നു. പ്രവാസി സംഘം ഏരിയ പ്രസിഡന്റ് സി മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. മാറുമില്ലാത്ത രീതിയിലേക്ക് നമ്മുടെ മാറാൻ വേണ്ടി പോവുകയാണ്. ആ രീതിയിലേക്ക് നമുക്ക് മാറാൻ വേണ്ടി സാധിക്കില്ല. പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് നമ്മുടെ നാട്ടിൽ നല്ല ശമ്പളത്തോടുകൂടി കൃത്യതയോടുകൂടി തൊഴിൽ നടത്താൻ വേണ്ടി നമുക്ക് സാധിക്കണം. അതിനെന്തൊക്കെ പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റെടുത്ത് നടത്താൻ വേണ്ടി സാധിക്കണം. അല്ലാതെ ഒരു കൊടി പിടിച്ച് രാഷ്ട്രീയ പാർട്ടി നടത്തുന്നത് പോലെ പ്രകടനവുമായി പോയി എന്തെങ്കിലും വിഷയം ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ല പ്രവാസി സംഘം സംഘടന രൂപീകരിക്കുകയും അതിന്റെ മുമ്പിൽ നടക്കണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്തു. നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ പിറകെ വരുന്ന നമ്മുടെ മക്കളുടെ നന്മയ്ക്ക് വേണ്ടി, ഈ കേരളത്തിന്റെ നന്മയ്ക്ക് വേണ്ടി എന്തൊക്കെയാണ് നമുക്ക് നടപ്പിലാക്കാൻ കഴിയുക എന്ന് കഴിയുന്ന കേരളത്തിലെ ഉത്തമമായ ഒരേ ഒരു സംഘടനയുടെ പ്രവർത്തകരാണ് ഞാനും നിങ്ങളും. ഏരിയ കമ്മിറ്റി അംഗം കെ എസ് ബഷീർ അധ്യക്ഷത വഹിച്ചു. ലോക കേരള സഭാംഗം നന്ദിനി മോഹൻ മുഖ്യപ്രഭാഷണം നടത്തി. ആർ മുരളീകൃഷ്ണൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി വി രവീന്ദ്രനാഥൻ, ഏരിയ കമ്മിറ്റി അംഗം നന്ദകുമാർ, പി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പേരൂർ വില്ലേജ് കമ്മിറ്റി പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. വിനോദ് കുമാർ പ്രസിഡന്റ്, സൗമ്യ വൈസ് പ്രസിഡന്റ്, ചന്ദ്രൻ സെക്രട്ടറി, അബ്ദുൽ കരീം ജോയിന്റ് സെക്രട്ടറി, വേണുഗോപാൽ ട്രഷറർ എന്നിവരെയാണ് തെരഞ്ഞെടുത്തത്. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. കോട്ടായി അപ്പുണ്ണിയേട്ടൻ വായനശാലയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ അനുസ്മരണം നടത്തി. ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KN സുകുമാരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. 4ാമത്തെ വയസ്സിൽ അമ്മ ഒരിക്കൽ 1923 VS 27 അമ്മ മരിക്കുക. VS അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ ഒരു ജ്യേഷ്ഠൻ, VS അച്യുതാനന്ദൻ, ഒരു അനിയൻ, അനിയത്തി ആഴിക്കുട്ടി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ബാക്കി 2 പേരും മരിച്ചു. VS മരിച്ചു. ഇപ്പൊ 4 വയസ്സായ VS കുറേ ദിവസം അപ്പൊ അച്ഛൻ ഈ കുട്ടികളെയൊക്കെ പാടെ കൂട്ടി ഒരു പാടത്തിന്റെ വരമ്പത്ത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ കാണിച്ചെടുത്ത് ആ കുടിയിൽ കണ്ടു ചെറിയൊരു ഓലപ്പര കെട്ടിയിട്ട് ആ ഓലപ്പരയിലാണ് അമ്മ ഇരിക്കുന്നതെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു. എന്താ കാര്യം? വസൂരി വന്നിരിക്കുക. വായനശാല പ്രസിഡന്റ് ആർ റിൻസി അധ്യക്ഷത വഹിച്ചു. കെ നാരായണൻ, കെ ഭാസ്കരൻ, കെ പത്മാവതി, MK വേലായുധൻ, വി ഗിരിജ, എ സെറീന, സ്മിത ഭരതൻ, സുജി വിജയ്, റിനിഷ സുഭാഷ്, PK ആതിര എന്നിവർ സംസാരിച്ചു. വായനശാല സെക്രട്ടറി KA അജേഷ് സ്വാഗതവും ലൈബ്രറിയൻ വി ചിത്ര നന്ദിയും പറഞ്ഞു. ബാലവേദി, വനിതാവേദി, വയോജനവേദി പ്രവർത്തകർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ പ്രഭാതം പബ്ലിക് ലൈബ്രറി പ്രൊഫസർ MK സാനുവിനെ അനുസ്മരിച്ചു. ബുധനാഴ്ച വൈകിട്ട് ലൈബ്രറി ഹാളിലായിരുന്നു അനുസ്മരണ യോഗം. ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KP സുധീർ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. അധ്യാപകനാണ്. നേരത്തെ പറഞ്ഞ പോലെ നിയമസഭയിലേക്കെല്ലാം മത്സരിച്ച് MLA ആയിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ്. എന്നീ നിലകളിലെല്ലാം തന്നെ സാനുമാഷ് സ്മരിക്കപ്പെടേണ്ട ആളാണ്, ഓർക്കപ്പെടേണ്ട ആളാണ്. പക്ഷെ നാം സാനുമാഷെ എല്ലാ കാലത്തും നാം ഓർക്കുകയും സാനുമാഷയുടെ ജീവിതത്തെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നത് നമ്മുടെ കേരളത്തെ മാറ്റിമറിച്ച ഗുരുദേവ ദർശനം, ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനം, അതിനെ തൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായ അർത്ഥത്തിൽ ഉൾക്കൊള്ളുകയും. M പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. KC രാജൻ, MC ശങ്കരൻ, MK രാമചന്ദ്രൻ, ശ്രീജ ഹരിദാസ്, R മണി, MK മോനിഷ, CK ഗോവിന്ദൻകുട്ടി, M റംല, മനോജ് തുടങ്ങിയവർ പ്രസംഗിച്ചു.
ന്യൂസ് സെൻറ്റർ, ഷൊർണൂർ. ഭാരതീയ ജനതാ പാർട്ടി ചേലക്കര എളനാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസിത കേരളം മാറുന്ന എളനാട് എന്ന നാമധേയത്തിൽ ഓഗസ്റ്റ് 23 ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് ജിജോ ഓഡിറ്റോറിയത്തിൽ കുടുംബസംഗമം നടക്കുമെന്ന് ചേലക്കരയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. BJP സംസ്ഥാന സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. മലയോര മേഖലയായ എളനാട്ടിൽ കർഷകരും കർഷക തൊഴിലാളികളും സാധാരണക്കാരും തിങ്ങിപ്പാർക്കുന്ന ഈ മേഖലയിൽ മാറി മാറി ഭരിച്ച ഭരണകൂടങ്ങൾ ഒരു തരത്തിലുമുള്ള വികസന പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ല. ഇത് ജനങ്ങളിൽ എത്തിക്കുക എന്ന ഉദ്ദേശ്യമാണ് ഈ കുടുംബസംഗമത്തിൽ ഉദ്ദേശിക്കുന്നത്. ചടങ്ങിൽ ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന നേതാക്കളും തൃശൂർ ജില്ലാ നേതാക്കളും മറ്റു ഭാരവാഹികളും പങ്കെടുക്കുമെന്ന് ചേലക്കര മണ്ഡലം പ്രസിഡന്റ് TC പ്രകാശൻ, എളനാട് ഏരിയ പ്രസിഡന്റ് MU അനൂപ്, ഏരിയ ജനറൽ സെക്രട്ടറി സംഗീത് നമ്പ്യാർ, ഏരിയ സെക്രട്ടറി സന്ദീപ് രാജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വരുന്ന 23-ാം തീയതി, അതായത് മറ്റന്നാൾ, ചേലക്കര മണ്ഡലത്തിലെ എളനാട് ഏരിയ പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ എളനാട് സംഘടനാ ദൃഷ്ടിയിൽ എളനാട് ഏരിയയിൽ വെച്ച് വാർഡ് വികസിത ടീം കുടുംബാംഗങ്ങളുടെ ഒരു കുടുംബ സംഗമം പാർട്ടി നിശ്ചയിച്ചിട്ടുണ്ട്. ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമതി ശോഭ സുരേന്ദ്രനാണ് ഉദ്ഘാടനം ചെയ്ത് ആ പ്രോഗ്രാം സംസാരിക്കുന്നത്. ആ പ്രോഗ്രാമിൽ തൃശൂർ നോർത്ത് ജില്ലയുടെ അധ്യക്ഷ അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യം പ്രഭാഷണം നടത്തുകയും പാർട്ടിയുടെ സംസ്ഥാന ജില്ലാ മണ്ഡല നേതാക്കൾ എല്ലാം തന്നെ ആ പാർട്ടിയിൽ സംബന്ധിക്കുന്നതുമാണ്. ആ പ്രോഗ്രാമിൽ വെച്ച് എളനാട് ഏരിയയിൽ പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ എളനാട് ഏരിയയിൽ ഒട്ടനവധി കുടുംബങ്ങൾ ഇതര രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പർഷിപ്പ് എടുക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ആ കുടുംബ സംഗമത്തിൽ ആ പ്രദേശത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള സമകാലിക രാഷ്ട്രീയമായിട്ടുള്ള ചില വിഷയങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി ശ്രദ്ധയിൽപ്പെടുകയും ആ വിഷയങ്ങൾക്കെതിരെയുള്ള ശക്തമായ ഇടപെടലുകൾ കഴിഞ്ഞ കാലങ്ങളിൽ പാർട്ടി നടത്തിയിട്ടുണ്ട്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിഷേധം ശ്രീമതി ശോഭ സുരേന്ദ്രനോട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതായിരിക്കും. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മാറ്റൊലി. 16 വയസ്സുള്ള മുസ്ലിം പെൺകുട്ടിയുടെ വിവാഹത്തിന് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ വിധി ചോദ്യം ചെയ്ത് ദേശീയ ബാലാവകാശ കമ്മീഷൻ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. ഈ നടപടിയെ താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? മാറ്റൊലിയിലേക്ക്. നമസ്കാരം, ഞാൻ ബാബു കോട്ടായി. ഇന്നത്തെ മാറ്റൊലിയിൽ സൂചിപ്പിച്ച വിഷയം 16-ാം വയസ്സിലെ വിവാഹം അംഗീകരിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ഒരു ചോദ്യമാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നിൽക്കുന്നത്. പക്ഷേ ഏതൊരു ഇന്ത്യൻ പൗരൻ്റെയും ഒരു പ്രായപൂർത്തിയായി വോട്ടവകാശം വരുന്നത് 18 വയസ്സിൽ ആണ് തുടങ്ങുന്നത്. അതുപോലെ തന്നെ ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ സുപ്രധാനമായ ഒരു നിമിഷമാണ് ഒരു വിവാഹ ജീവിതം. അപ്പോൾ അതിന് ചില പ്രായം എന്ന് പറയുന്നത് നമ്മുടെ പല പൂർവികരായി നടത്തി വരുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അവർ ഒരു പക്വത വന്നതിന് ശേഷം ജീവിതത്തിലേക്ക് അവരെ പ്രവേശിക്കാനുള്ള ഒരു അവസരമാണ് നമ്മൾ ഏകദേശം പ്രായപൂർത്തിയായി 18-ഓ 20-ഓ വയസ്സിലൊക്കെ നമ്മൾ കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. കാരണം ആ പക്വത ഒരുപക്ഷെ 16-ാം വയസ്സിൽ നമ്മുടെ വിദ്യാഭ്യാസ ജീവിതത്തിൽ നമുക്ക് ഒരു ജീവിതത്തിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടാവില്ല. ആ ഒരു സന്ദർഭം കണക്കിലെടുത്തുകൊണ്ടാണ്. കാരണം അത്തരം ജീവിതങ്ങൾ ചിലപ്പോൾ പരാജയപ്പെട്ടു പോവാം, കുടുംബങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാവാം. അപ്പോൾ അത്തരം സാഹചര്യങ്ങളെല്ലാം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാരണവന്മാർ പഴയ കാലത്തുള്ള ആൾക്കാർ തന്നെ അത്തരത്തിലുള്ള ഒരു നമ്മുടെ പ്രായപൂർത്തിയായതിനു ശേഷം ഒരു വിവാഹ ജീവിതം എന്നുള്ള ഒരു
ദിശയിലേക്ക് എത്തിയിരിക്കുന്നത്. അതൊരു പക്ഷേ അതാണ് കുറച്ചുകൂടി നല്ലത് എന്നാണ്. കാരണം ഒരു 18 വയസ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു വിവാഹ ജീവിതം തുടങ്ങുന്നത് ഒരു പക്ഷേ നമ്മൾ പക്വമായ ഒരു ജീവിത സാഹചര്യത്തിലേക്ക് വഴിതെളിക്കും. പക്ഷേ തീർത്തും നമ്മൾ പ്രായം കുറയുമ്പോൾ നമുക്ക് ആ ഒരു പക്വത ഉണ്ടാവണമെന്നില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. സ്ത്രീ വിഷയത്തിൽ ആരോപണ വിധേയനായ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജിക്കായി മുറവിളി. MLA ഓഫീസിലേക്ക് കോഴിയുമായി മഹിളാ മോർച്ച മാർച്ച്. രാഹുലിനെ പാലക്കാട്ട് കാലുകുത്താൻ അനുവദിക്കില്ലെന്ന് DYFI. MLA ഓഫീസിലേക്ക് SFI DYFI സംഘടനകൾ നടത്തിയ മാർച്ചിൽ സംഘർഷം. പാലക്കാട് ജില്ലാ ശിശുക്ഷേമ സമിതി ഓഫീസിൽ ബോംബ് ഭീഷണി. പോലീസും ഡോഗ് സ്ക്വാഡും അരിച്ചുപെറുക്കിയിട്ടും ഒന്നും കണ്ടെത്താനായില്ല. സംസ്ഥാനത്ത് ആവർത്തിക്കുന്ന വ്യാജ ബോംബ് ഭീഷണിയെന്ന് നിഗമനം. ഭീഷണി സന്ദേശമെത്തിയത് ഡി ബ്രാഹ്മിനി രേ ദ്രാവിഡ് സ്ഥാൻ എന്ന ഇമെയിൽ വിലാസത്തിൽ നിന്ന്. പാലക്കാട് വടക്കന്തറയിൽ വ്യാസവിദ്യാപീഠം പ്രൈമറി സ്കൂൾ പരിസരത്തെ സ്ഫോടനം. പൊട്ടിത്തെറിച്ചത് അപായപ്പെടുത്താൻ ശേഷിയുള്ള സ്ഫോടക വസ്തുവെന്ന് FIR. പന്നിപ്പടക്കമെന്ന് തോന്നിപ്പിക്കുന്ന വസ്തു പൊട്ടിത്തെറിച്ച് പരിക്കേറ്റത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും ഒരു വീട്ടമ്മയ്ക്കും. മുള്ളൂർക്കരയിലെ KSU SFI സംഘർഷം. DYFI SFI സംഘടനകൾ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിനിടെ പോലീസും പ്രവർത്തകരും ഏറ്റുമുട്ടി. ഇടത് യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ അക്രമരാഷ്ട്രീയം ആരോപിച്ച് പ്രതിഷേധവുമായി UDYF. കഴിഞ്ഞ ദിവസം SFI KSU സംഘർഷത്തിൽ പരിക്കേറ്റത് 2 SFI പ്രവർത്തകർക്കും ഒരു KSU പ്രവർത്തകനും. പറളിയിൽ മൾട്ടി ജിംനേഷ്യം പദ്ധതിക്കായി ലക്ഷങ്ങൾ മുടക്കി വാങ്ങിയ ഉപകരണങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുന്നു. ഉപകരണങ്ങൾ വാങ്ങിക്കൂട്ടിയത് 10 ലക്ഷം രൂപ ചെലവഴിച്ച്. ഗ്രാമപഞ്ചായത്തിന്റെ അനാസ്ഥയാരോപിച്ച് BJP പ്രതിഷേധം. ആധുനിക സംവിധാനങ്ങളുടെ കടന്നുകയറ്റത്തിൽ ഉളിതേഞ്ഞ് മരപ്പണി തൊഴിലാളികൾ. മേഖല വൻ പ്രതിസന്ധിയിൽ. മങ്കര പത്തിരിപ്പാല മേഖലയിൽ മാത്രം 25ലേറെ സ്ഥാപനങ്ങളിൽ തൊഴിലാളികൾ പണി ഉപേക്ഷിക്കേണ്ട ദുരവസ്ഥയിൽ. മാലിന്യ നിർമ്മാർജ്ജനത്തിൽ ഷൊർണൂരിനെ തേടി വീണ്ടും അംഗീകാരം. ചെറുനഗരങ്ങളുടെ പട്ടികയിൽ ക്ലീൻ സിറ്റി ഓഫ് കേരള സംസ്ഥാന തലത്തിൽ 2ാം സ്ഥാനം ഷൊർണൂർ നഗരസഭയ്ക്ക്. നഗരസഭാ ചെയർമാൻ പുരസ്കാരം ഏറ്റുവാങ്ങി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.